ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളിവിടെ മൈസൂർ എത്തിയിരിക്കുകയാണ് കുട്ടികളെ. പെട്ടെന്നായിരുന്നു നമ്മുടെ ലക്ഷ്മണന്റെ കല്യാണം. അങ്ങനെ ലക്ഷ്മണന്റെ കല്യാണത്തിന് നമ്മൾ കുടുംബസമേതം ഗൈസ് ഹായ് പറയൂ ഗൈസ്. ഞങ്ങളെല്ലാവരും വണ്ടി കയറി പെട്ടെന്ന് തന്നെ അച്ഛാ എല്ലാവരും ഉണ്ട് കേട്ടാ. നമ്മൾ8 പേരും ഇന്നലെ വൈകുന്നേരം നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂർ KSRTC ബസ്സിൽ നിന്ന് വണ്ടി കയറി ഇവിടെ എത്തിയിരിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മണനില്ലേ, നമുക്ക് മൈസൂർ പോക്ക് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ലക്ഷ്മണനും മൈസൂരുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയണതല്ലേ. നമ്മള് പച്ചക്കറികൾ ഇവിടെ നിന്നാണ് വരുന്നത്. മൈസൂർ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ ഭാരത് ബെൻസും കൊണ്ടാണ്. ഒരു 10 വർഷം മുമ്പ് ഭാരത് ബെൻസ് എടുത്തിട്ട് ഫസ്റ്റ് വണ്ടിയിൽ കയറി വന്ന് ഇവിടുന്ന് ഫുൾ ലോഡായിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്. അന്ന് പരിചയപ്പെട്ടതാണ് ലക്ഷ്മണനന്ന് RMC മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. അവിടെ കുക്കുമറ നിറയ്ക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് പച്ചക്കറി അറേഞ്ച് ചെയ്ത് തരാൻ അന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മണൻ. അത് കഴിഞ്ഞ് പോകെ നമ്മൾ സ്ഥിരം വരും, അങ്ങനെ കണ്ട് പരിചയമായി. പിന്നെ ലക്ഷ്മണനെ ഏൽപ്പിച്ചു നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, പർച്ചേസ് മുഴുവൻ ലക്ഷ്മണനെ ഏൽപ്പിച്ചു. അപ്പോൾ ലക്ഷ്മണന് ഒരു തൊഴിലായി. നമുക്ക് സാധനങ്ങൾ ഇവിടുന്ന് പിടിച്ചുവിടും. ഞാനിവിടേക്ക് വരേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയായി. ലക്ഷ്മണൻ ഇവിടെയുള്ള ആളായ കാരണം നമുക്ക് ഇവിടുത്തെ കർഷകരിൽ നിന്നൊക്കെ നേരിട്ട് പച്ചക്കറികൾ അവന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ല സാധനങ്ങൾ അവൻ നമുക്ക് വേണ്ടിയിട്ട് പിടിച്ചു വിടും. മൈസൂർ മാർക്കറ്റിലേക്ക് നമ്മൾ കൂടിയ ഒരു 6-7 മാസമാണ് ഇങ്ങനെ വന്നു പോയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അതിന് ശേഷം ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ലക്ഷ്മണനാണ് നമുക്ക് സാധനങ്ങൾ അയക്കുന്നത്. ഇതിനിടയിൽ ഉമേശേട്ടൻ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ നമുക്ക് ഉമേശേട്ടൻ പച്ചക്കറി പിടിച്ച് അയച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ലക്ഷ്മണൻ്റെ കല്യാണമായി. കല്യാണത്തിന് നമ്മൾ വന്നിരിക്കുകയാണ് കുടുംബസമേതം എല്ലാവരും കൂടി. ഇപ്പോൾ വണ്ടിയൊക്കെ ലക്ഷ്മണനോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടിക്കാരോട് 8:30 സമയമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി 7:45 എത്തി. അത് കാരണം ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം. 20 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞ് വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ട് കണ്ട. നമ്മുടെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിനേക്കാളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. ഇത് രസമാണ്. ഇവിടെ നോക്കിയ ഹോട്ടലൊക്കെ അടിപൊളി ഹോട്ടല്, കസ്തൂരി ഭവൻ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല റെയിൽവേ സ്റ്റേഷൻ പോലെയല്ല കേട്ടോ, അടിപൊളിയുണ്ട് കേട്ടോ. പ്രത്യേക സാഹചര്യത്തിൽ വണ്ടി കയറി മൈസൂർക്ക് വന്നതിൽ എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? ഞങ്ങൾ തൃശ്ശൂർ പൂരം കണ്ടുവന്ന ആൾക്കാരാ. വിശന്നിട്ട് നല്ല വിശപ്പുണ്ടെന്ന്. പല്ലും തേച്ചിട്ടില്ലേ? പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും കയറ്റിയിട്ട് പിടിച്ചുകൊണ്ടിരുത്തി ഞാൻ പോന്നു. കഥ ആരംഭിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് മാമന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. ഭാഗ്യൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നാളെ മൈസൂർ വരെ ഒന്ന് പോയാലോ, ലക്ഷ്മണന്റെ എൻഗേജ്മെന്റ് ആണെന്ന്. അങ്ങനെ ലക്ഷ്മണന്റെ എൻഗേജ്മെന്റ് കൂടാൻ വേണ്ടിയിട്ട് മൈസൂർ എത്തിയ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഭാഗ്യം കഴിക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അത് നമുക്ക് ഇളയമ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നതാ. ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കേരള സ്പെഷ്യൽ കൊണ്ടുവരണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നേ. കാരണം ഇവരങ്ങോട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെ മൈസൂർ സ്പെഷ്യൽ കൊണ്ടാണ് വരിക. അപ്പോൾ നമുക്ക് കേരള സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇളയമയെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നേക്കാളും നല്ലത് ഇളയമ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നതാണ്. ഇളയമേരെ സ്പെഷ്യൽ ഉണ്ണിയപ്പം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചടപടയെന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. നേരമില്ലാത്ത നേരത്തെ ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയായിട്ടാ. വൈകി ഇവിടെ സാധനങ്ങൾ എത്താൻ വേണ്ടി വൈകി, എല്ലാവരും തിരക്കില്ലായിരുന്നു. ഇളയമയുടെ ഉണ്ണിയപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറേ ദിവസം ഇരിക്കുന്നേ, കേടാവുകയില്ല. അപ്പോൾ ഇളയമ മൈദയും അതുപോലെ തന്നെ റവയും പിന്നെ അരിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. കൂടുതലും അരിപ്പൊടിയാണ് ഇടാറുള്ളത് കേട്ടോ. പിന്നെ 2-3-4 മണിക്കൂർ ഇതിങ്ങനെ വീറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവുമെന്ന് പ്രത്യേകം ഇളയമ നിങ്ങളുടെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം നേരം ഉണ്ടായില്ല, അത് കാരണം കൊണ്ട് നല്ല തളച്ച ശർക്കര പാവൊക്കെ ഒഴിച്ച് പൊള്ളുന്ന ചൂടായിരുന്നു എന്ന് ഇളയമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൈയിട്ട് ഇളക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തയ്യാറാവുന്നവരുണ്ടെങ്കിൽ കുറച്ചധികം നേരം വെച്ചോട്ടെ. അപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ഇളയമേരെ അടുത്ത്
നിന്ന് ഉണ്ണിയപ്പച്ചട്ടി കൊണ്ടുവന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പച്ചട്ടി കൊണ്ടുവന്നു. കാരണം ഇത് ചടപടയെന്ന് ഉണ്ടാക്കണം. നമുക്ക് രാത്രി ഒരു 10 മണിക്കായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു 8 മണി 8:30 ആകുമ്പോൾ ഒല്ലൂർ എത്തണമായിരുന്നു. 8 മണി 8:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഒല്ലൂർ എത്തണമായിരുന്നു. അങ്ങനെയുള്ള പ്ലാനിങ്ങോട് കൂടിയ കാരണം കൊണ്ട് ഒട്ടും സമയം ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അമ്മ അവിടെ കായ വറുത്തത്, ശർക്കര വരട്ട് ഉപ്പേരി, അച്ചാറ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരു പെട്ടി നിറയെ പലഹാരങ്ങളായിട്ട് നമുക്ക് ലക്ഷ്മണന്റെ വീട്ടിലേക്ക് ചെന്ന് കയറാം എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. വളരെ കുറച്ച് നേരം കൊണ്ട് തന്നെ 10-250 ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 10-200 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. ബാക്കി ഇവിടെയുള്ള കൊതിയന്മാരും കൊതിച്ചികളായിട്ടുള്ള ഞാനടക്കമുള്ളവർ തിന്ന് കഴിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ചടപടേന്ന് ഒരു കുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അതിന് നോ പറയാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ, അതിലൊരാളാണ് നമ്മുടെ ഇളയമ്മ എന്ന് പറയുന്നത്. അങ്ങനെ പെട്ടിയും പ്രമാണമൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ മൈസൂരിലേക്ക്. വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ, അതുപോലെയായിരുന്നു ഇപ്രാവശ്യത്തെ മൈസൂർ ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണതിന്റെ ഇടയിൽ ഭാഗ്യം എന്താ നടവരമ്പിൽ പോയിട്ട് ഒരു സമ്മാനമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഡിവൈൻ ആയിട്ടുള്ള സമ്മാനം കൊടുക്കണം ആൾക്ക് നിർബന്ധമുള്ള കാരണമാണ് തോന്നുന്നത്. ഒരു കൃഷ്ണനെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നിലവിളക്കും പിന്നെ എന്തോ അഷ്ടമംഗല്യത്തട്ടോ താലിത്തട്ടോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തൊരു ക്ലിപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ നിങ്ങളും കണ്ടോട്ടെ. നല്ല ഭംഗിയുള്ള ഒരു കൃഷ്ണനായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ട് ഇതുപോലത്തെ കൃഷ്ണൻ. പക്ഷേ ഇതിനേക്കാളും ചെറുതാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പം അതിനേക്കാളും കുറച്ച് വലിയ നല്ല കനമൊക്കെയുള്ള ഒരു അടിപൊളി കൃഷ്ണനെ മേടിച്ചു. തമ്പാച്ചനോട് എന്നും പ്രാർത്ഥിക്കുമ്പോഴേ നമ്മളെയും കൂടി ഓർക്കട്ടെ എന്ന്. അങ്ങനെ അതൊക്കെ മേടിച്ചു വന്നപ്പോഴേക്കും ഞാൻ നമ്മുടെ പെട്ടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മണൻ ഇന്ന് വിളിക്കുന്നു, നാളെ നമ്മൾ പോകുന്നു. ഒരു ഉടുപ്പ് കൂടി മേടിക്കാനുള്ള സമയം ഉണ്ടായില്ല. അങ്ങനെ നമ്മളെല്ലാവരും യാത്ര തിരിച്ചതാ ഇവിടെ വരെ തിരിക്കുക, നമ്മുടെ മൈസൂർ ബസ് സ്റ്റാൻഡിൽ. ആ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ വണ്ടിച്ചേട്ടനെ. പിന്നെ ആളായിട്ടായിരുന്നു സഞ്ചാരം. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി വന്നു. വണ്ടിയിൽ കയറി. ലക്ഷ്മണൻ റെഡിയാക്കിയ വണ്ടിയാണ് കേട്ടോ. ഇതിലായിരിക്കും തോന്നൂല നമ്മുടെ ഇനിയുള്ള യാത്രകളൊക്കെ ഒരു തീവ്രവാദിനെ കാണിച്ചത്. ഇപ്പൊ തീവ്രവാദി ഇതൊന്നും പറയാൻ പാടില്ല, ആകെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. കുഞ്ഞനോ കുഞ്ഞവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. നമ്മുടെ ഉക്കാന്റെ വണ്ടിയിൽ ധാരാളം തോരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പുറത്തെ കാഴ്ചകളൊന്നും എവിടെയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ മൈസൂരിന്റെ തെരുവാരങ്ങളിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നടക്കല്ലല്ലോ വണ്ടിയിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, ലക്ഷ്മണന്റെ വീട്ടിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറെ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ വെച്ച് നമ്മൾ ലക്ഷ്മണന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ലക്ഷ്മണൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ പഴയ വ്ളോഗ് കണ്ടവർക്കൊക്കെ ലക്ഷ്മണനെ നല്ല പരിചയം ഉണ്ടായിരിക്കും. പുതിയ വ്ളോഗ് കണ്ടവർക്ക് ഭാഗ്യൻ ആദ്യം പറഞ്ഞെന്ന പോലെ തന്നെ ആ ഒരു കഥ നമുക്കൊന്ന് ചുരുക്കി പറയാം. ലക്ഷ്മണൻ വളരെ നാളുകളായിട്ട് നമ്മളുടെ മൈസൂർക്കുള്ള പച്ചക്കറികൾ കയറ്റി അയക്കുന്നതാണ്. ലക്ഷ്മണനാണ് അതിന്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്. ഇതാണ് ലക്ഷ്മണന്റെ വീട് എന്ന് പറയുന്നത്. ആ വീട്ടിൽ ഇത് ലക്ഷ്മണന്റെ ചേച്ചിയുടെ വീടാണ്, പെണ്ണുംകുട്ടിയുടെ വീടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ ചെന്നപ്പോൾ ഇതാ കണ്ട ഒരുക്കങ്ങൾ തുടങ്ങണുണ്ടായിരുന്നല്ലോ, അത്ഭുതമായിരിക്കും. ഇവിടെ ഞാൻ തോന്നുന്നു ഫുഡ് ഉണ്ടാക്കണത് കേട്ടോ. അതാണ് നമ്മുടെ ലക്ഷ്മണന്റെ വീട്. 100-500 ആൾക്ക് സദ്യ വിളമ്പുന്നുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു തിക്കും തിരക്കൊന്നും നമ്മുടെ നാട്ടിലത്തെ പോലെ അവിടെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല കേട്ടാ. എന്താണെന്നറിയില്ല, എല്ലാം അവിടെ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ അവിടെ കുറെ പച്ചക്കറികളൊക്കെ അരിയുന്ന ചേട്ടന്മാരെയാണ് വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഉമേഷ് അണ്ണന്റെ അമ്മ എന്ന് പറയുന്നത്. അമ്മയാണ് അന്ന് നമ്മുടെ വീടിന്റെ ഹൗസ് വാമിംഗ് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ ചെന്നപ്പോൾ തന്നെ ശ്രീകുട്ടൻ എന്താ മമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പലഹാരങ്ങളും പിന്നെ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടല്ലോ, അത് അപ്പം തന്നെ എല്ലാവർക്കും കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബാക്കി പലഹാരങ്ങൾ ഇതാ ഒരു പാക്കറ്റ് നിറയെ, ഒരു പാക്കറ്റ് എന്നല്ല പറയാ, ഒരു പെട്ടി നിറയെ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ, അത് മറ്റുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ. നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ചെന്നപ്പോൾ തന്നെ കാലത്ത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ നാട്ടിലത്തെ ഒരു ഫ്രൈഡ് റൈസ് അതിനെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴേക്കും ലക്ഷ്മണൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഇവിടെ തന്നെയാണ് നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കണത്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവർ ഫുഡ് വീട്ടിലാണ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് ഫ്രൈഡ് റൈസ്. അത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്, നമുക്ക് അപ്പം തന്നു എന്ന് മാത്രം. പിന്നെ എല്ലാ കറികളും വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് കേട്ടോ. കുറച്ച് നമുക്ക് സലാഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു കുറച്ച് അവരുടേതായ രീതിയിൽ നേരത്തെ അമ്മ കൈ പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചക്കറിയില്ലേ, അതൊക്കെ അരിഞ്ഞിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഒരു ഉഗ്രൻ ചായയും കൂടി കിട്ടിയപ്പോൾ കുശാൽ. മൈസൂർ എന്ന് പറയണെങ്കിൽ തണുപ്പുള്ളത്, അത് പറഞ്ഞിട്ട് അമ്മ വരുന്നത് നല്ല ഒടുക്കത്തെ ചൂട്.
അച്ഛനെയും അമ്മേനെയും കൊണ്ടുവരണേന്ന് ലക്ഷ്മണൻ എപ്പോഴും കടയിൽ വരുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ ചേച്ചിയും ചേട്ടനും എല്ലാവരുമായിട്ട് നമ്മളൊരു ട്രിപ്പും ആവും ലക്ഷ്മണന്റെ എൻഗേജ്മെന്റും കൂടാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ പോയി ഇതൊക്കെ ഒരുങ്ങിയാലോ. കണ്ട ഇവരുടെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ ചേച്ചിമാർ എന്തൊക്കെയോ നടലും പിടിക്കലൊക്കെ ഉണ്ട്. പക്ഷെ അത് 12 മണി വരെ പണിയുള്ളൂ എന്ന് തോന്നുന്നു. അതിനേക്കാളും മുന്നേ നമ്മളത് പോയിട്ട് എന്താ ചെയ്യുന്നത് നോക്കാം. ಉಮೇಶರಮ್ಮ ഉമേഷേട്ടൻ്റെ അമ്മ ಉಮೇಶರಮ್ಮ ಲಕ್ಷ್ಮಣರಮ್ಮ ಇನ್ನೂ ಬರಬೇಕು. വരും. ലക്ഷ്മണന്റെ അമ്മ വരും. ഇത് ഉമേഷേട്ടൻ്റെ അമ്മ. ഉമേഷേട്ടൻ വരില്ലേ? ഉമേഷേട്ടൻ ಈಗ ಬರ್ತಾರೆ, ആ ಇವಾಗ ಬರ್ತಾರೆ. ഞങ്ങൾ മൊത്തം ഇതാണ് ഈ സംഭവങ്ങളാ. ആക്ഷനിലാണ് എല്ലാം നടക്കുക. ಊರಿലെന്ത് വരും? ಊರಿಂದ ಬರ್ತಾರೆ. ಊರಿಂದ ಈಗ ಹೆಂಡತಿ ಮಕ್ಕಳು ಎಲ್ಲ ಬರ್ತಾರೆ. ആദ്യം ഉമേശനായിരുന്നു നമുക്ക് പച്ചക്കറികളെല്ലാം പിടിച്ചു വിട്ടിരുന്നത്. പിന്നെയാണ് ലക്ഷ്മണനായത് കേട്ടോ. അപ്പൊ അത് ഉമേശനന്റെ അമ്മയാണ്. ഇവരെല്ലാവരും ബന്ധുക്കളാണ്. അങ്ങനെ നമ്മൾ ടെറസിന്റെ മുകളിൽ കുറച്ചൊരു റൂം ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഒരുങ്ങുന്നത് കേട്ടോ. ഒരുങ്ങി നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഒരുവിധം ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആ വെള്ളയൊക്കെ ഇട്ട് സുന്ദരനായിട്ടിരിക്കുന്നു. എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ 150 ഏക്കറുടെ കാബേജ് തോട്ടമുള്ള ആളത്ര വെള്ളം കിട്ടിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇവിടെ അല്ല ലക്ഷ്മണന്റെ നാട് ഇവിടെയല്ല, വേറൊരു സ്ഥലത്താണെന്ന്. 6 കിലോമീറ്റർ അവിടെ നിന്ന് വേണം അത്ര ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് പിന്നെ ഇവർ പറയുന്നത് പകുതി മനസ്സിലാവുന്നില്ല കേട്ടോ. ഒക്കെ നമ്മൾ ആക്ഷൻസോട് മാത്രം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലായ കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലക്ഷ്മണൻ ലക്ഷ്മണൻ മലയാളം പറയും. അപ്പോൾ അങ്ങനെ ലക്ഷ്മണൻ പോയി അങ്ങോട്ട്. അപ്പോൾ അവിടെ നിന്ന് വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം, ലക്ഷ്മണൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കാം. 6 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ലക്ഷ്മണന്റെ ഗാവ്. അവിടെ നിന്ന് ആ ലക്ഷ്മണനും എത്തി. ഇനിയിപ്പോ ഫംഗ്ഷൻ തുടങ്ങല്ലേ. അപ്പൊ ലക്ഷ്മണൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, ലക്ഷ്മണൻ അവിടെ ഗ്രാമത്തിലേക്ക് പോയി ഗാവിലേക്ക് പോയിട്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വന്നിട്ടുണ്ട് ലക്ഷ്മണൻ. ഇനി നമ്മളിവിടെ ചടങ്ങ് അല്ലേ, ഇവിടെയാണ് ചടങ്ങ്. രാമൻ വന്നാ ലക്ഷ്മണൻ ട്വിൻസ് ആണ് കേട്ടോ. 12 മണിക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവും. എല്ലാം എൻജോയ്. പച്ചിലകൾക്കുള്ളിൽ ഭാഗ്യനി സ്ട്രീറ്റ്. ഇവിടേക്ക് എങ്ങനെയാണെന്നറിയോ, നമ്മള് മറ്റേ പന്തലൊക്കെ അന്ന് രാവിലെയാണ് അവർ സെറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ അവിടെ പന്തൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബാക്കിൽ കാണുന്ന പന്തൽ അവർ ഇപ്പോഴാണ് സെറ്റ് ചെയ്യണം. ഷാമിയ അങ്ങനെ എന്തോ സംഭവം പറയാം. 500 ആൾക്കൊക്കെ ഫംഗ്ഷൻ ഉണ്ട് അത്ര. കല്യാണം ഇവിടെ എൻഗേജ്മെന്റ് ആണെന്ന് ഗ്രാൻഡ് ആയിട്ട് നടത്തണം. കല്യാണം ഗ്രാൻഡ് അല്ല, 10-20 ആൾക്കോളോന്നാണ് അമ്പലത്തിൽ പോയിട്ട് കോവിലിൽ പോയി മാലയിടുള്ളൂ. അതെല്ലേ. അങ്ങനെ എല്ലാവരും വരുന്നതിനിടയിൽ തട്ടുകൾ ഓരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി തുടങ്ങി കേട്ടോ. എന്തൊരു പെട്ടെന്നാന്നറിയോ അവര് ആ പന്തലിട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആ വണ്ടിയിലുണ്ട്. നോക്കൂ എത്ര ലാഭകരമാണെന്ന് നോക്കൂ നിങ്ങളിത്. ആ ഒരു വണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആളാന്നറിയിരിക്കല്. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കുറെ ആചാരങ്ങളാണ് അവിടെ ചെന്നപ്പോ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം അതിങ്ങനെ തട്ടിൽ നിരത്തി വെച്ചിട്ട് ആ ഒരു പന്തൽ അവരിപ്പം ഇട്ടു എന്ന് പറഞ്ഞില്ലേ, അവിടേക്ക് കൊണ്ടുപോകാണ് കേട്ടാ. അതിന്റെ ഇടയിൽ കൂടെ പച്ചക്കറികളായിട്ടും പഴങ്ങളൊക്കെ ആയിട്ടും ഓരോരുത്തരും ഓരോ തട്ടുകളായിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പിന്നെ ഈ തട്ടുകളിൽ ബെല്ലം തൊട്ട് ശർക്കര തൊട്ട് നമ്മുടെ ബബ്ലൂസ് നാരങ്ങ വരെ ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ, ക്യാരറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള തട്ടുകൾ. എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ലല്ലോ കല്യാണങ്ങൾ എൻഗേജ്മെന്റ് ഒക്കെ നടക്കുന്നത്. ഇതാണ് പെൺകുട്ടി വൈഷ്ണവിനെ നമുക്കറിയാം കേട്ടോ. വൈഷ്ണവി എന്ന് പറയുന്നത് ലക്ഷ്മണന്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ കുട്ടി വന്ന് അവിടെ ഇരിക്കുന്നു. പിന്നെ ഈ പൂജകൾ ചെയ്യുന്നു. ഓരോരോ ആന്റിമാരും ചേച്ചിമാരും ബാക്കി ബന്ധുക്കളും മുതിർന്നവരും ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതം തോന്നിയത് ഇതാ ഈ അമ്മൂമ്മയുടെ പാട്ടാണ് കേട്ടോ.
കന്നഡ ಗೊತ್ತಿല്ലാത്ത കാരണം കൊണ്ട് നമുക്കിതൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും മനസ്സിലായവരുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിരുന്നു സംഭവം എന്ന് കമന്റ് ചെയ്തോളൂ. പറഞ്ഞില്ലേ ഒരുപാട് പച്ചക്കറികളും സംഭവങ്ങളും മധുരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുന്ന് കണ്ടോ? ഒക്കെ നമ്മള് താലിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് കുട്ടീനെ പൂജിക്കൂട്ടോ. അതായത് വൈഷ്ണവിനെ പൂജിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2 കുട്ടികൾ അപ്പുറത്ത് ഇരിക്കുന്നുമുണ്ട്. ഇതില് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലത്തെ ചെറിയ ചെറിയ സാമ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു കല്യാണത്തിന്റെ എൻഗേജ്മെന്റ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്രകൾ എപ്പോഴും വ്യത്യസ്തമാവുന്നത് നമ്മൾ ഗ്രാമങ്ങളിലേക്ക് കുറച്ചും കൂടെ കുടിയേറുമ്പോഴാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തെ കാഴ്ചകൾ, അവിടുത്തെ ഫുഡുകൾ, ഒരു ട്രഡീഷൻ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ലേ, അത് കൂടുതലും കാണാൻ നമ്മുടെ ഈ ഒരു ഗ്രാമങ്ങളിലാന്ന് തോന്നിയിട്ടുണ്ടല്ലേ. എല്ലാവരും അത് പറയാറുണ്ട്. ദേ കുട്ടിക്ക് പുടവ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ദക്ഷിണ കൊടുക്കുന്നുണ്ട്, ആ ദക്ഷിണ കൊടുക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കല്യാണം വലിയ കാര്യമായിട്ടില്ല എന്ന് പറഞ്ഞു. 10-20 ആൾക്കാർക്ക് മാത്രമാണ്, അതായത് വളരെ അടുത്ത ആൾക്കാർക്ക് മാത്രമാണ് കല്യാണം ഉള്ളൂ. അത് കാരണം കൊണ്ടാണ് നമ്മൾ എൻഗേജ്മെന്റിന് പോയത് കേട്ടോ. അതിന്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്, താലി പൂജ. നമ്മളൊന്നും ജീവിതത്തിൽ ഒരു വട്ടം പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഭാഗ്യം കിട്ടുക, നമ്മുടെ അച്ഛനും അമ്മേനെയൊക്കെ കൂടെ കൊണ്ടുപോകുക, ഇതൊക്കെ കാണിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര, ഈ ഒരു ജന്മം എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണാത്തതായിട്ടും കണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ കാണാത്ത കാര്യങ്ങൾ അവരെയും നമ്മുടെ കൂടെയുള്ളവർ, ഇപ്പോൾ ചേച്ചിനെ ആയാലും ഏട്ടനെ ആയാലും കുഞ്ഞിനെ ആയാലും ശ്രീകുട്ടനെ ആയാലും ഇതൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം ഇനിയിപ്പോൾ ഇത് എന്ന് കാണാൻ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ, അങ്ങനെ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളും പോയി കാണണം കേട്ടോ ഇങ്ങനത്തെ ഗ്രാമത്തിലത്തെ കാഴ്ചകളൊക്കെ. അങ്ങനെ ഉമേശ്വരൻ എന്ന് പറയുന്നത് ഇതാണ്. ഉമേശ്വരനായിട്ട് ഭാഗ്യം കുറേ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ചേച്ചിമാര് താലി മേടിക്കുന്നതും താലിമ പൂജ ചെയ്യുന്നതും ഈ കുങ്കുമം അതുപോലെ തന്നെ മഞ്ഞളും ചെവിയുടെ 2 അരികിൽ പുരട്ടുന്നതും താലിമ പറ്റുന്നതും അവരെത്ര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നതെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ വെറ്റില കൊണ്ടുവരുന്നു, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പണ്ടത്തെ ഈ സുപ്പാരി ഉണ്ടല്ലോ, റോജ സുപ്പാരി, അത് പൊട്ടിച്ച് വെക്കുന്നു, കുറച്ച് ചുണ്ണാമ്പ് പറ്റുന്നു, വായിലിട്ട് ചവയ്ക്കുന്നു. എന്തെല്ലാം വ്യത്യസ്തമായ കാഴ്ചകളാണോ കാണാനുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഈ ഒരു പൂജ കർമ്മങ്ങളൊക്കെ കുട്ടിക്ക് ചെയ്തു കൊടുത്തിട്ട്, പൂജയല്ല, ആ കുട്ടീനെ അനുഗ്രഹിക്കലായിരിക്കും ആ സംഭവം. അരിയും പൂവൊക്കെ ഇട്ടിട്ട് അനുഗ്രഹിക്കുക, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷെ ഈ വക പരിപാടികൾ നമുക്കൊന്നും അറിയാത്ത കാരണം കൊണ്ട് ഞാൻ അതിലേക്കൊന്നും വലിയ കാര്യമായിട്ട് കൈ കടത്താൻ പോയില്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ ഒരു അരങ്ങൊഴിയാൻ പോവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് കാരണന്മാരുടെ ഒരു സെറ്റാണ്. അവർ വന്നിട്ട് വേറെ രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഭാഗ്യനും കിട്ടി സുപ്പാരി കേട്ടോ. ഈ സുപ്പാരി കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയോ ഓർമ്മ വന്നേ, പണ്ട് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, ഈ സുപ്പാരി കഴിക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അതാ ഈ അമ്മൂമ്മേരെ കയ്യിൽ അവർ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഈ ചടങ്ങിനെ കുറിച്ചൊന്നും ചോദിക്കാനോ പറയാനോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്ഡ് ആവാത്ത കാരണം കൊണ്ട് ഞാനത് ചോദിച്ചില്ല. ഇനിയിപ്പോൾ ചേച്ചിമാർ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഇതാ ഇങ്ങനെ വിശാലമായി താഴെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ ലക്ഷ്മണൻ വന്നിട്ടുണ്ട്. ലക്ഷ്മണൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ചടങ്ങുകൾ ഉണ്ടാവുമല്ലോ, മോതിരം അണിയിക്കല്, അതൊക്കെയാണ് കേട്ടോ. കാഴ്ചകളൊന്നും ഞാൻ വിശദമായി കാണിക്കില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു എല്ലാവർക്കും. വിശദമായി തന്നെ കണ്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ ചടങ്ങുകൾ. അങ്ങനെ മാലയിടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടിക്കുന്നു, പൊട്ടുകുത്തുന്നു, മോതിരം എക്സ്ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ അതിൻ്റെതായ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇവരെ കഴുത്തിൽ കിടക്കുന്ന മാല ഉണ്ടാവുമല്ലോ, അത് ഒറിജിനലാണ്. കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കട്ടൊക്കെ ഉണ്ടല്ലേ, പക്ഷെ അത് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരേപോലെയുള്ള പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഞാൻ വിചാരിച്ചത് എവിടെ നിന്നാണ് ഈ ഒരു സംഭവം മേടിക്കാൻ കിട്ടാന്ന് ചോദിക്കണമെന്ന്. ഞാൻ പിന്നെ അത് മറന്നുപോയായിരുന്നടാ. അങ്ങനെ ഒരു മോതിരം ഇടുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അതാ ഫോട്ടോ എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് കല്യാണം, ഈ ക്രിഞ്ച് തന്നെയാണ് നമ്മുടെ ലവും കല്യാണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മളിതായ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളും, അതായത് മധുരം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ ഭക്ഷണം കഴിക്കാൻ പോയാലോ. അമ്മമ്മമാരുടെ പാട്ട് ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുക.
സദസ് നിമിഷ നേരം കൊണ്ട് കാരണവന്മാർക്ക് വഴിമാറി എന്ന് പറയില്ലേ, അതാണ് ഇത്. എന്താ സംഭവം എന്ന് നമുക്കറിയില്ലല്ലോ. അത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു പെണ്ണിൻ്റെ ടീമും ആണിൻ്റെ ടീമും രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ബന്ധങ്ങൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു വരുമ്പോഴേക്കും ഒരു വഴിയാവും. അത് കാരണം കൊണ്ട് ആരാണ് എന്താണെന്നൊന്നും ചോദിച്ചില്ല. കാരണന്മാർ തമ്മിലായി, അവരുടെ പാടായി. ഇനിയിപ്പോൾ അവരങ്ങോട്ട് കാര്യങ്ങൾ നടത്തിക്കോട്ടെ. Da. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു കേട്ടോ, നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പൊളിക്കുക എന്നുള്ളത്. അപ്പോൾ ഭാഗ്യം കൊടുത്ത സമ്മാനമാണ് ഇപ്പോൾ ലക്ഷ്മണൻ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ വീട്ടിൽ ഇവർ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ നമ്മുടെ മൈസൂർ കൊട്ടാരം കൊണ്ടുവന്ന് തന്നത് നിങ്ങൾ ഓർക്കുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊണ്ടു ചെന്നപ്പോഴും നമ്മൾ കൃഷ്ണനെയാണ് കൊണ്ടു ചെന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓടക്കുഴൽ പിടിച്ച കൃഷ്ണനെ, പിന്നെ ഒരു വിളക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അഷ്ടമംഗല്യ തട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത്രയും സാധനങ്ങൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഭാഗ്യം മേടിച്ചതാണ്. അപ്പോൾ ആ പ്രസന്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം ഇവിടെ എന്തായാലും ഇലയിലാണ് വിളമ്പുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ശ്രീ എന്താ ഇലയിൽ ഭക്ഷണം കഴിക്കാത്ത, പ്ലാസ്റ്റിക് ഇല എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന്. നമ്മുടെ വീട്ടിൽ ഉള്ളത് നേന്ത്രവാഴയാണ്. നേന്ത്രവാഴയില ഇല ആരും വെട്ടില്ല, അത് വാഴയ്ക്ക് ദോഷമാണ്. അത് അതുകൊണ്ടാണ് നമ്മൾ വാഴയിലയിൽ ഭക്ഷണം കഴിക്കാത്തത് കേട്ടോ, നമ്മൾ പ്ലാസ്റ്റിക് ഇലയിൽ കഴിക്കുന്നത്. പിന്നെ ഇവരുടെ സദ്യ വളരെ വ്യത്യസ്തമാണ്. കൈകൊണ്ട് വിളമ്പുന്നു എന്നുള്ളത് അതിലുപരി വളരെ വ്യത്യസ്തമാണ്. എല്ലാ മധുരങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ഉണർത്തുന്ന രീതിയിലുള്ള ഒരു സദ്യയാണ് അവർ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. സദ്യ കുറച്ച് സ്പെഷ്യലാട്ടാ. എന്താ ബജ്ജി ഉണ്ട്, ബജ്ജി പൂരി, ജിലേബി. ശ്രീകൊണ്ട് ജിലേബി ഇഷ്ടമായി. ഇതുണ്ടോ, ഇത് പച്ചിലകളൊക്കെ. പിന്നെ ജിലേബി, പൂരി. ഇങ്ങനത്തെ സദ്യ കഴിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ കറി എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ പച്ചക്കറി ഉണ്ടല്ലോ, അതിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അത് ഇട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള കറിയാണ്. പിന്നെ പൂരി, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും സദ്യ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി. മൈസൂരത്തെ സദ്യ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഭയങ്കര വെറൈറ്റിയാണ് സദ്യ. ಸೈಡ್ ಸೇ ಫುಲ್ എനിക്ക് വേണ്ടത് ವೆರೈಟಿ ಕರ್ನಾಟಕ ಮೈಸೂರು ವೆರೈಟಿ ಸ್ಪೆಷಲ್ ಮೈಸೂರು ಪಾಕ್ അമ്മനെ ബേസറത് എന്താണ് ഒരു വെറൈറ്റി ഫുഡ്. നമ്മള് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇത് ആയിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ ഒരു സദ്യ കൂടാനുള്ളതും. ഇങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അത് നല്ലൊരു സന്തോഷം ഉള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ അത് മോശമില്ല കേട്ടോ. ഫുഡ് ഒക്കെ നല്ല ഉപ്പ്, എരിവ് അത്യാവശ്യം നല്ല ടേസ്റ്റിലാണ് കഴിക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചു വരുന്നുള്ളൂ, ഞാൻ ഓരോന്ന് കഴിച്ചു വരുന്നുള്ളൂ. മധുരത്തിന് മധുരം, എരിവിന് എരിവ് എല്ലാം കൂടി ഒരുമിച്ച്, പഴം, പിന്നെ എല്ലാം ഒരുമിച്ച്, ബജ്ജി ഒക്കെ ഇവർ വിളമ്പുന്നുണ്ട്. ചോറ്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടില്ല, അങ്ങനെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കല്യാണം കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ നിന്ന് മൈസൂർക്ക് പോവാണ്. അവിടെ ഒരു റൂം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ യാത്ര പറഞ്ഞിറങ്ങുകയാണ് ലക്ഷ്മണന്റെ വീട്ടിൽ നിന്ന്. അടുത്തതായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ലക്ഷ്മണന്റെ വീട്ടിൽ പോകുമ്പോൾ നടക്കാറുള്ള ഒരു ആചാരമാണ് ഈ നാരിപൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നാരിപൂജ തന്നെയാണോ ഇതിനെ പറയാന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും സുമംഗലികളായിട്ടുള്ള സ്ത്രീകളെ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് അവർ പൂജിക്കും. പൂജിക്കുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരതി ഒഴിഞ്ഞ് അങ്ങനെ ഒരു പൂജയൊന്നും അല്ല കേട്ടോ. നമ്മളെ ഇരുത്തി ഒന്ന് റെസ്പെക്റ്റ് കൊടുക്കുക, അങ്ങനെയാന്ന് തോന്നുന്നു. പക്ഷെ അതൊരു പ്രത്യേക രീതിയിലാണ്. നമുക്ക് തിലകം ചാർത്തിക്കുക, നമ്മുടെ ചെവിയുടെ രണ്ട് സൈഡിലായിട്ട് മഞ്ഞൾ തേപ്പിച്ച് വിടുന്നത്, പിന്നെ അതുപോലെ നമ്മൾ മുടിയിൽ പൂ വെക്കുന്നത് കണ്ടോ, ഉമേഷവണ്ണൻ്റെ അമ്മ പൂവൊക്കെ വെക്കുന്നത് കണ്ടോ. ഇത് അമ്മയ്ക്കും ചേച്ചിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഞാനിത് മുന്നേ അനുഭവിച്ചിട്ടുണ്ടായതുകൊണ്ട് അവർക്ക് അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ആരും ചെയ്തിട്ടില്ലല്ലോ, അവർ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുന്നത് കണ്ടോ. ഒരു പ്രത്യേക തരം ഫീലാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റിയത് നമുക്ക് എന്താ പറയുക, ഒരു ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിൽ വരുമ്പോഴൊന്നും ഇങ്ങനത്തെ ആചാരങ്ങളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇത്രയും സ്നേഹം അവരോട് തിരിച്ചു കാണിക്കാൻ പറ്റണില്ല എന്നുള്ള ഒരു കുറ്റബോധത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വെറ്റിലേരുടെ ഉള്ളിൽ തേങ്ങ വെച്ചിട്ട് നമുക്കിങ്ങനെ പൂജിച്ച് തരലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഏത് വീട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയാണ് അത്രേ. അത് കഴിഞ്ഞ് നമുക്ക് സാരി പുടവയൊക്കെ തരുമായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്നുള്ള കാര്യം ലക്ഷ്മണൻ പറയാത്ത കാരണം കൊണ്ട് ഉറപ്പുണ്ടായിരുന്നില്ല
ഇല്ലല്ലോ, അത് മേടിച്ച് വെക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് വേറെ കുറെ സമ്മാനങ്ങളൊക്കെ തന്ന് വിടുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് പോയാലോ? ಅವ್ರು ಬೋರ್ನ ಇವರೇ ನಾನು ಬರ್ತೇನೆ ಇವರ ಖುಷಿ ಸಣ್ಣ ಆಗ್ಬಿಟ್ಟಲ್ಲ ಸಕ್ಕತ್ತಾಗಿ ನೀವು ಸಣ್ಣ ಅವ್ರು ಸಣ್ಣ ಆಗ್ತಾರೆ ಊಟ ತಿಂತೇ കുറയ്ക്കാന് ചെറുതാ പോയിട്ടുണ്ടോ പിന്നെ അവിടുത്തെ ആന്റിമാര് പറയണേ ഭാഗ്യനെ എന്നെയും കണ്ടിട്ട് വണ്ണം ഭയങ്കര കുറവാണ് അത്ര. ദൈവമേ, നമ്മൾ ഇങ്ങനെയായി ഇരിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പാട് നമുക്കെല്ലാം അറിയുള്ളൂല്ലോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവരൊക്കെ കെട്ടിപ്പിടിച്ച് ആക്കുകയൊക്കെ ചെയ്ത് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു നമുക്ക് എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് കയറി ചെന്ന പോലെയോ അല്ലെങ്കിൽ ഭയങ്കര റെസ്പെക്റ്റോട് കൂടി അവർ നമ്മളെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ അത്. അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ നിറകുടമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നത്. നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഫോട്ടോ സെക്ഷനൊന്നും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഫോട്ടോ സെക്ഷനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇനി വൈഷ്ണവും നമ്മുടെ ലക്ഷ്മണനും അതുപോലെ തന്നെ ഫുൾ ഫാമിലിയൊക്കെ എത്തുന്നുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഇതായി കാണുന്ന ഈ ഒരു പച്ചമുളക് പാടുണ്ടല്ലോ, അവിടേക്കൊക്കെ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ചാമുണ്ടി ഹില്ലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ തക്കാളിയുടെ പാടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല, കാരണം അത്ര ഗംഭീര വെയിലായിരുന്നു അവിടെ കേട്ടോ. അമ്മ അവിടെ ഞങ്ങളെല്ലാവരും ഇവിടത്തെ ട്രഡീഷൻ സ്വീകരിച്ച മറ്റേ മല്ലിപ്പൂ, ഞങ്ങളുടെ തലയിലൊക്കെ മുല്ലപ്പൂക്കി രാമൻ. രാമനാണ് നമ്മുടെ ലക്ഷ്മണന്റെ ട്വിൻ ബ്രദർ. രാമലക്ഷ്മണൻ രണ്ടാളും ഒരുപോലെ ഇല്ലേ? ഞാൻ ആദ്യം കണ്ടപ്പോ ഞാൻ ഞെട്ടി. ഞാൻ നോക്കുമ്പോ ഒരു ലക്ഷ്മണനും വേറൊരു ലക്ഷ്മണനും, പിന്നെയാണ് ട്വിൻ ബ്രദറാന്ന് പറഞ്ഞത്. നമ്മൾ മൈസൂർ വരുന്നത് ഇതുപോലെ തന്നെ പച്ചക്കറി തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ധാരാളം പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാവേ. അപ്പൊ എനിക്കത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമല്ലോ. കാരണം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ പച്ചക്കറി തോട്ടങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ അവിടെ ചരക്ക, അതുപോലെ തന്നെ ഇത് പാലക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ മറ്റേ സൂര്യൻ പീക്കിൽ നിൽക്കുന്ന ടൈം അത്ര, അത് കാരണം കൊണ്ട് ഒട്ടും പച്ചക്കറികൾ ഉണ്ടാവില്ല. പിന്നെ നനയൊക്കെ അത്യാവശ്യം വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം കൊണ്ടേ ഈ പച്ചക്കറിയുടെ ഓഫ് സീസൺ ആണെന്നാണ് പറയണത്. എന്നാലും നമ്മൾ ചുരക്കി പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അവിടെ കുറച്ചങ്ങോട്ട് നീട്ട് വഴുതനങ്ങ, അതുപോലെ തന്നെ ചെണ്ടുമല്ലി പാടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ എങ്ങനെയേ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടായി. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾ കാണണ്ടാന്ന്. പക്ഷെ ചുരക്ക നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉള്ളത് നല്ല രീതിയിൽ അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഭാഗ്യം പറയാ, നമ്മുടെ KMBയുടെ മുമ്പിൽ ഫോട്ടോ എടുത്ത് വെക്കാനുള്ളത് അത്ര ഭാഗ്യം. കണ്ടാ ഈ ബാക്കിൽ നിൽക്കുന്നതാണ് ചൊരക്ക, എന്നിട്ട് ചുരക്ക, ചരക്ക. പിന്നെ ഇവിടെ പാലക്ക് നിൽക്കുന്നത്, പാലക്ക് അതുപോലെ തന്നെ പുതിന, മല്ലിയില, ഇതൊക്കെ അവിടെ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഈ പച്ചമുളകും ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു പറയുന്നത് പൊട്ടിച്ച് കഴിഞ്ഞത്ര, അത് കാരണം കൊണ്ട് ഇത് ഇങ്ങനെ നിർത്തുന്ന പറയണേ. എല്ലാം ഇവിടെ നല്ല ചൂട് സമയം, ഒട്ടും സീസൺ അല്ല, അത് കാരണം കൊണ്ട് ഒന്നും ഇല്ല അങ്ങനെ കാണാൻ മാത്രമായിട്ട്. എന്നാലും ഭാഗ്യന് മുട്ടക്കോസ്, അതായത് നമ്മുടെ കേബേജ് പൊട്ടിച്ച് തരണമെന്ന്, പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഒട്ടും വിലയില്ലാത്ത സമയമാകുമ്പോ അവർക്ക് സമയനഷ്ടം അല്ലേ ഇതൊക്കെ പൊട്ടിച്ചെടുക്കണത്. അത് കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ചിലപ്പോൾ നല്ല വില കിട്ടുന്ന സമയമാകുമ്പോൾ മൊത്തം പൊട്ടിച്ച് കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം, എന്താണെന്നറിയില്ല. ഇതൊക്കെ നമ്മുടെ ലക്ഷ്മണന്റെയും രാമന്റെയും മാമന്മാരുടെ ഒക്കെ പറമ്പുകളാണ് കേട്ടോ. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു കാബേജ്, മുട്ടക്കൂസ് എന്നാണ് അത്ര അവിടെ പറയാം, നമ്മളിവിടെ കാബേജ് ഇല്ലേ, അതൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇംബാലൻസ്ഡ് ആയി പോകും. എന്നാലും നമ്മൾ അതൊക്കെ ഒന്ന് കയറി വലിഞ്ഞ് നടന്ന് അവിടെ നിന്നൊരു കാബേജും പൊട്ടിച്ചിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. മാങ്ങൂട്ടിക്ക് വയ്ക്കാൻ അവസാനം ശ്രീകുട്ടൻ വീക്കുന്നത് വീണു. ചേച്ചിയുടെ കുക്കുമ്പർ കടിച്ചിട്ട് വരുന്നു. നീരില്ല. ആ പുളിന്ന് പറഞ്ഞ പുളി
അമ്മേ ഓ കണ്ണീന്ന് വെള്ളം വന്നെ എന്റെ കണ്ണീന്ന് വെള്ളം വന്നു മാങ്ങ അടിച്ചിട്ട്. അങ്ങനെ നമ്മുടെ സാരഥി ചേട്ടന്റെ പറമ്പിൽ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിച്ചു തന്നു കേട്ടോ. നമുക്കിങ്ങനെ അവരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടുതലും ഇഷ്ടങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ചേട്ടൻ മനസ്സിലായി ഞങ്ങൾക്ക് ഈ പച്ചക്കറികൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം. അത് കണ്ട ആളെ എവിടെ പച്ചക്കറി തോട്ടം കണ്ടാലും അത് പരിചയപ്പെടുത്താനായിട്ട് ഇറങ്ങുകയും ചെയ്യും. ഇത് ആളുടെ പച്ചക്കറി തോട്ടമാണ് അത്രേ. ആ ഒരു നമ്മുടെ സാരഥി ചേട്ടന്റെ പച്ചക്കറി തോട്ടമാണ്. അവിടെ വിളഞ്ഞിട്ടില്ല നമ്മുടെ ഈ ഒരു കപ്പലണ്ടി. ഇന്നലെ ആളത് പറിച്ച് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ നിറച്ച് കരിമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ യാത്ര തുടരുന്നതേ നമ്മുടെ KRF ഉണ്ടല്ലോ വൃന്ദാവനം, അതായത് ഡാം, അത് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ചാമ്പക്കയാണ് കേട്ടോ. അത് നല്ല മധുരം ഉണ്ടായിരുന്നു, ഒട്ടും പുഴു ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവണതൊക്കെ നിറച്ച് പുഴുവാ. എന്നാലും നമ്മൾ മരുന്നൊക്കെ അടിച്ച് കഴിക്കാൻ പാകത്തിനാക്കി നിർത്തിട്ടുണ്ടായിരുന്നു. അതിലുപരി നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സപ്പോർട്ടേരെ മധുരം. എൻ്റെ പൊന്നുമക്കളെ എന്തൊരു എനിക്ക് വായിൽ വെച്ചിട്ടേ പഞ്ചസാര ഇങ്ങനെ വായിൽ വെക്കുന്ന ഒരു ഫീലില്ല, അതാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തലൂര് വീട് ഓർമ്മ വരൂല്ലേ നമുക്ക് സപ്പോർട്ട കാണുമ്പോൾ. കാരണം ദൂരം സപ്പോർട്ടകൾ അവിടെ നിൽക്കുന്നാണെന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എൻ്റെ ആ ഒരു ആസ്വാദനം കണ്ടാൽ തന്നെ മനസ്സിലാവും അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ചിക്കു ഷേക്ക് അടിച്ച് കുടിക്കണം. അയ്യോ പച്ചമാകത്തിനാണ് ഇപ്പൊ കൊതി വന്നൂല്ലേ, എനിക്ക് വന്നു. അങ്ങനെ നമ്മൾ യാത്ര തുടരാണ്. നമ്മുടെ കേരളത്തിലൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടുക ഇതിലിങ്ങനെ പോകുമ്പോൾ. അതായത് അല്ല മീൻസ് അധികം ദൂരമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് മഹാരാഷ്ട്രയ്ക്കൊക്കെ കയറുമ്പോൾ വേറൊരു ഫീലാണ്. ശരിക്കും നമ്മൾ കേരളം വിട്ടൊരു ഫീൽ തോന്നും. പക്ഷെ മൈസൂർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വെൽക്കം ടു ബൃന്ദാവൻ ഗാർഡൻ. അങ്ങനെ ബൃന്ദാവനത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ബൃന്ദാവനത്തിൽ നമ്മൾ എത്തിയപ്പോഴേക്കും സൂര്യനൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അത്ര വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നാളെ ഒരു ദിവസം കൂടി നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള അനുവാദം തന്നിട്ടുണ്ട് ഉണ്ടാവും. അതായത് നമ്മുടെ മൊത്തം ഫാമിലി. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ നിന്ന് നേരെ നമുക്ക് ബൃന്ദാവനം കാണാൻ പോവാന്ന്. കുറച്ചും കൂടി ഇരുട്ടുമ്പോഴാണ് ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാവുള്ളൂ. വൃന്ദാവനം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കമന്റ് ചെയ്തോളൂ കേട്ടോ. എനിക്കിങ്ങനെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏരിയ എന്നുള്ളതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നന്നായി മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ നന്നായിട്ട് വെട്ടിയൊക്കെ നിർത്തുന്നുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ ടൂറിസം ഒക്കെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നമ്മുടെ മലമ്പുഴ ഗാർഡനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും എന്ന് തോന്നി. മലമ്പുഴ ഗാർഡൻ ഞാൻ ആകെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ. പിന്നെ കണ്ടിട്ടില്ല. മൊത്തത്തിൽ ഇതാ ഇങ്ങനെ ഒരു വ്യൂ ആണ് കേട്ടോ. കുറേ ഏരിയയിൽ ചെടികളൊക്കെ നല്ല രീതിയിൽ വെട്ടി നിർത്തിയിട്ട് ഇതാ നമ്മൾ ഇതുപോലെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള 2 സൈഡിലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ഏരിയയാണ് നമ്മുടെ ഈ ഗാർഡൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ എല്ലാ മുക്കും മൂലയും കണ്ട് അവസാനിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഭൂമി അത്രയും വലുതും ദൈവം അത്രയും ഭംഗിയിൽ സൃഷ്ടിച്ചിട്ടുള്ളതൊക്കെയാണ്. എങ്കിലും നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മൾ അവരുടെ ആ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഇപ്പം അച്ഛനെ അമ്മേനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ കാലത്ത് എനിക്കൊന്ന് പണിക്ക് പോകുന്നു, അമ്മ കാലത്ത് എനിക്കൊന്ന് കടയിൽ വരുന്നു, വീണ്ടും വീട്ടിലെത്തുന്നു, പണിയെടുക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇപ്പോൾ എനിക്കായാലും ഭാഗ്യനായാലും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഏട്ടായിക്കും ചേച്ചിക്കും കുഞ്ഞിനും ശ്രീകുട്ടനും ഒക്കെ ആയാലും ഭയങ്കരമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു 2 ദിവസം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സ്പെഷ്യലി നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി ഹാപ്പിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കാണാത്തതായിട്ടുള്ള സ്ഥലങ്ങൾ അവരുടെ ഒപ്പം ആടിപ്പാടി ഫോട്ടോസ് എടുത്ത് നടക്കാന്ന് പറയുമ്പോൾ അതിലുപരി സന്തോഷമാണ്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നത് എപ്പോഴും നമ്മളല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സന്തോഷം കണ്ടെത്തുക. രാമൻ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശ്രീകുട്ടൻ്റെ അഭ്യാസം കൂടിയായപ്പോൾ ഗാർഡനിലത്തെ കാഴ്ചകൾ പൂർണ്ണമായിരിക്കുന്നു. ആ ശരി ശരി. അങ്ങനെ നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ വൃന്ദാവനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റേ നമ്മുടെ ഇതിൽ പ്രതീക്ഷിക്കില്ലേ, മറ്റേ രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു വൃന്ദാവനമൊന്നുമല്ല. നമ്മളിപ്പോഴുള്ളത് വൃന്ദാവൻ ഗാർഡൻ മൈസൂർ. ഈ കാണുന്നത് ഡാമാണ് കേട്ടോ. ഈ ഡാമിൻ്റെ താഴെയാണ് കണ്ടോ, ഇതാണ് നമ്മുടെ വൃന്ദാവനം, വൃന്ദാവൻ ഗാർഡൻ മൈസൂർ. ലൈറ്റ് ഷോ ആണ് കേട്ടോ ഈ കാണുന്നത്.
അത്യാവശ്യം നല്ല ഭംഗിയിൽ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു കാഴ്ച നല്ല ഭംഗിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടുള്ള ഒരു കാഴ്ച കൊള്ളാലേ. അതേ കാണുന്നുണ്ട ലൈറ്റൊക്കെ. കുറച്ചും കൂടി ഇരുട്ടാവുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്നാ പറയണേ. ഇപ്പൊ ഇച്ചിരി വെളിച്ചണ്ടേ, ഇതിനേക്കാളും ഭംഗിയുള്ള കാഴ്ചയാണ് അത്ര അപ്പുറത്ത് ഉണ്ടാവുക. ഒരു 7:30 ആകുമ്പോൾ അപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഒന്ന് മങ്ങിയപ്പോഴേക്കും ആ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആ ലൈറ്റിന്റെ അടുത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടാ. ഫോട്ടോസൊക്കെ ഇങ്ങനെ നമുക്കിനി ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെക്കണം. നമ്മൾ പോയ കുട്ടി കുട്ടി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നിടത്തൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ മക്കളുടെ മക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നമുക്ക് തന്നെ നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഭയങ്കര മെമ്മറിയിലേക്ക് ഇങ്ങോട്ട് പോകാറില്ലേ. അപ്പൊ അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചു. ഇപ്പൊ ശ്രീകൃഷ്ണരാജ മഹാരാജ കൃഷ്ണരാജയാണ് അത്ര വടിയാർ. അപ്പോ അങ്ങനെ ബഹദൂർ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു മഹാരാജാവാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. നമ്മുടെ മൈസൂർ കൊട്ടാരത്തിന്റെ ഒക്കെ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കുറച്ചും കൂടി വൈകിട്ടുണ്ടെങ്കിൽ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ലൈറ്റ് ഷോ അങ്ങനെ ആ ഒരു വെള്ളം ആ കളറിൽ ഇങ്ങനെ എന്താ പൂത്തുലയുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും കേട്ടോ. അപ്പോ കുറച്ചു നേരം അതൊക്കെ കണ്ടു നിന്നു. നല്ലൊരു കാഴ്ചയാണ്, നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. കുറച്ചു നേരം റിലാക്സ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലുപരി നല്ല കാഴ്ചകളാണ്. നമുക്ക് പിന്നെ എവിടെ പോയാലും റിലാക്സേഷനും അതങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടാറില്ല. കാരണം ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിക്കണ്ടേ. നമുക്കിനി പോണം, ഹോട്ടലിൽ റൂം എടുക്കണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെ കുറച്ച് ചടങ്ങുകളുണ്ട്. കാലത്ത് എണീറ്റ് നമ്മൾ യാത്ര ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് അവസാനിപ്പിക്കണം. പിന്നെ പിള്ളേർക്ക് കണ്ടോ ഇതുപോലെ തന്നെ തുള്ളാനും കളിക്കാനും ഒക്കെ ഒരു അവസരമാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കണ്ട് മടങ്ങുകയാണ് നമ്മൾ മൈസൂർ ഗാർഡനിൽ നിന്ന്. കുറച്ചധികം കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിലത്തെ ചാർജ് കഴിഞ്ഞാടാ. ഞാനപ്പോൾ അമ്മയുടെ ഫോണിലാണ് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭാഗ്യനും എല്ലാവരും കൂടെ നമ്മൾ ആസ്വദിച്ചൊരു യാത്ര, ഒരു അടിപൊളി യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോഴുള്ളത് മൈസൂർ വൃന്ദാവൻ ഗാർഡനിലാണ് കേട്ടോ. ഗാർഡൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. കേട്ടോ, ഇപ്പോൾ ലൈറ്റിംഗ് ആണ്. ലൈറ്റുകൾ ഇനിയും തെളിയാണ്ടെന്ന് തോന്നുന്നു. ഇത് KRS ഡാമാണ്. ഈ ഡാമിൻ്റെ താഴെയാണ് ഈ വൃന്ദാവൻ ഗാർഡൻ ഉള്ളത്. ഭയങ്കര രസമാട്ടോ അവിടെ. ഇതൊരു കാഴ്ച തന്നെയാണ്. ഞാനതിന്റെ ഡീറ്റെയിൽസ് പറയണില്ല എന്നുള്ള പരാതി ഭാഗ്യനുണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് വിവരണങ്ങൾ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് കേട്ടു നോക്കാം. ലൈറ്റിംഗ് ആണ്, ലൈറ്റിങ്ങിൻ്റെ സമയമാണ്. ഇപ്പോൾ സമയം 7 മണി. ഇത് നമ്മളിപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്, വൃന്ദാവൻ ഗാർഡനിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്. താഴത്തേക്ക് അങ്ങോട്ട് നല്ല നീളത്തിൽ ഏറ്റവും അറ്റത്ത് കാണുന്നതാണ്. അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട്, ഒരു തടാകമാണ്. പിന്നെ ഇതാ കാണുന്നത് വലിയൊരു ഡാമാണ്, KRS ഡാം എന്ന് പറയും. അതിൻ്റെ താഴെയാണ് ഇത് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഉണ്ടോ, വളരെ മനോഹരമായിരിക്കുന്നു. നല്ല തിരക്കാണെന്നുണ്ടെങ്കിലും നല്ല ശാന്തതയുള്ളൊരു സ്ഥലമാണത്. നല്ല കാറ്റും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജിൻസനും അതുപോലെ തന്നെ ഭാഗ്യനും ഞാനും ഒക്കെ വന്നിട്ടുള്ള വ്ളോഗായിരുന്നു. നിങ്ങൾ ചിലരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു പഴയ വ്ളോഗ് കേട്ടോ. അതിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മീൻ ഇങ്ങനെ മുഴുവനോടെ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ മീനൊന്നും അത്ര ഫ്രഷ് അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സാരഥി ചേട്ടൻ വേറൊരു ഷോപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് മീൻ വറുത്തത് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കബാബ് രൂപത്തിലാക്കിയത് മേടിച്ചു തന്നു കേട്ടോ. എല്ലാം കൊണ്ടും വണ്ടിയുടെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഷോയൊക്കെ കണ്ടുവന്നപ്പോൾ ആ ഒരു നീലമയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങി നമ്മുടെ ഹോട്ടലിൽ തന്നെ, നമ്മൾ റൂം എടുത്ത ഹോട്ടലിൽ തന്നെ ഇതുപോലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ നമുക്ക് വേറെ വിശേഷങ്ങളായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.